പ്രേമലു ഫെബ്രുവരി 9-നും ഭ്രമയുഗം ഫെബ്രുവരി 15-നുമാണ് പ്രദർശനത്തിനെത്തിയത്. പ്രേമലു വൻ പ്രേക്ഷക പ്രശംസ നേടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം വൻ പ്രതീക്ഷയുമായി റിലീസ് ചെയ്യുന്നതും ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് മുന്നേറുന്നതും. എന്നാൽ കടുത്ത പോരാട്ടമാണ് മമ്മൂട്ടി ചിത്രത്തിനെതിരെ പ്രേമലു നടത്തുന്നത് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെറും 12 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ 50 കോടിയിൽ ആദ്യമെത്തി എന്നത് മാത്രമല്ല, ബുക്ക് മൈ ഷോയിലൂടെയുള്ള ടിക്കറ്റ് വിൽപ്പനയിലും ഒന്നാമത് പ്രേമലു ആണ് എന്നതാണ് പ്രധാന പ്രത്യേകത. 12 ദിവസം കൊണ്ട് പ്രേമലു ഇന്ത്യയിൽ മാത്രമായി 29 കോടി രൂപയിലധികം നേടിയപ്പോൾ ഭ്രമയുഗം ഇന്ത്യയിൽ നിന്ന് 6 ദിവസം കൊണ്ട് 18 കോടിയിലധികം നേടി മുന്നേറുകയാണ്. അതേസമയം വിദേശ ബോക്സ് ഓഫീസിൽ നിന്ന് 12 ദിവസം കൊണ്ട് 20 കോടിയിലധികം പ്രേമലു നേടിയപ്പോൾ ഭ്രമയുഗം വെറും 6 ദിവസം കൊണ്ട് 18 കോടി രൂപയിലധികം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബുക്ക് മൈ ഷോയിൽ പ്രേമലുവിന്റെ 50,920 ടിക്കറ്റും ഭ്രമയുഗത്തിന്റേത് 40,940 ടിക്കറ്റുമാണ് വിറ്റുപോയത്. പ്രേമലുവിന്റെ അപ്രതീക്ഷിത മുന്നേറ്റം ഭ്രമയുഗത്തിന് ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് നടത്തുന്നതിൽ ചെറിയൊരു വെല്ലുവിളിയാകുന്നുണ്ടെന്ന് ട്രേഡ് അനലിസ്റ്റുകളിൽ ഒരു വിഭാഗം അവകാശപ്പെടുന്നു. ആഖ്യാനത്തിലെ പുതുമയും പ്രധാന കഥാപാത്രങ്ങളുടെ പ്രകടനവുമാണ് പ്രേമലുവിന്റെയും ഭ്രമയുഗത്തിന്റെയും ആകർഷണമായിരിക്കുന്നത്. 3 കോടി ബഡ്ജറ്റിലെത്തിയ പ്രേമലുവും 27 കോടി ബഡ്ജറ്റിലെത്തിയ ഭ്രമയുഗവും തമ്മിലുള്ള ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് സിനിമ പ്രേമികൾ.